അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഞാൻ ഷഹബാസ് കെ അബ്ബാസ്, എൻ്റെ കൂടെയുള്ളത് സുൽഫിക്കർ പാലക്കാഴി. ഇന്ന് ബലിപെരുന്നാൾ ദിനം. നമുക്കറിയാവുന്നതുപോലെ ഏതൊരു മുസ്ലിമിൻ്റെ ജീവിതത്തിലും വളരെ സന്തോഷം നൽകുന്ന ദിവസങ്ങളിൽ ഒന്നാണ്. എന്നാൽ സാധാരണ ഒരു ബലിപെരുന്നാളിന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു 2 വർഷം മുമ്പുള്ളൊരു ബലിപെരുന്നാളും ഇന്നത്തെ ഒരു ബലിപെരുന്നാളും ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നമുക്കറിയാം നമ്മുടെ ആഘോഷങ്ങൾക്കൊക്കെ ഒരു വ്യത്യസ്തത വന്നു കഴിഞ്ഞു. നമുക്ക് മുമ്പുണ്ടായിരുന്നത് പോലെ ഒരു ബലിപെരുന്നാളിൻ്റെ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം സാധാരണ അതിൻ്റെ ആശംസകൾ അറിയിക്കാനും അതിൻ്റെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇന്നത്തെ സന്തോഷം പങ്കുവയ്ക്കലും ആശംസയൊക്കെ നമുക്ക് വളരെ വ്യത്യസ്തമായിരുന്നു. കഴിഞ്ഞൊരു 2-3 പെരുന്നാളുകളും നമുക്ക് ഈ ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ വലിയൊരു പ്രതിസന്ധി കാലത്താണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് കാലത്തിൻ്റെ നമ്മുടെ ഒരു ആഘോഷം നമുക്കറിയാം, ഒരു പെരുന്നാൾ എന്ന് അറിയുമ്പോൾ തന്നെ അതിൻ്റെ സന്തോഷം പെട്ടെന്ന് തന്നെ നമ്മുടെ കൂട്ടുകാരിലേക്കും കുടുംബങ്ങളിലേക്കും പങ്കുവയ്ക്കാനും നമ്മുടെ യാത്രകളും മറ്റൊക്കെ ക്രമീകരിക്കാനും ഒരുപക്ഷെ പെരുന്നാൾ വിരുന്നുകൾ വരെ ഒരുക്കാനും പെരുന്നാൾ ദിനം രാവിലെ നേരത്തെ കുളിച്ചൊരുങ്ങി ഈദ്ഗാഹുകളിലേക്കും മറ്റൊക്കെ പോകാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ വന്നൊരു മാറ്റം വളരെ വ്യത്യസ്തമാണ് അല്ലേ? തീർച്ചയായിട്ടും. അതായത് സൂചിപ്പിച്ച പോലെ ഒരുപാട് സന്തോഷങ്ങളില്ല ദിവസങ്ങളായി നമുക്ക് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു 2 വർഷമായിട്ട് എന്താണ് പെരുന്നാൾ തികച്ചും പുതിയൊരു അനുഭവത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷഹബാസ് സൂചിപ്പിച്ച പോലെ കുടുംബ സന്ദർശനം, അതുപോലെ ഈദ്ഗാഹുകളിലേക്കുള്ള ഒരുമിച്ചുള്ള യാത്ര, ടൂർ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് എന്തുണ്ട് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞു പോയത്. തീർച്ചയായിട്ടും ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു കൈ കൊടുക്കാനുള്ള ഒരു അവസരം പോലും എന്തില്ല ഇന്നത്തെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നമുക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫോണിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ്. ഒരുപക്ഷെ ഫോണിലേക്ക് ഒതുങ്ങുക എന്ന് പറയുമ്പോഴും നമുക്ക് ഈ ഒരു ഫോണിനെ തന്നെ വളരെ ക്രിയാത്മകമായി നന്നായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയും ഈ ഒരു സമയത്ത്. കാരണം നമുക്കറിയാം ഒരുപക്ഷെ ഫോണിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു സമയം കൂടുതലും ഉണ്ടാവുക. ഈ ഒരു പ്രോഗ്രാം കാണുന്നവർ കൂടി നമ്മുടെ സ്വന്തം ഫോണിലാണ് കാണുന്നത്. ഈ ഒരു പെരുന്നാൾ തന്നെ നമ്മുടെ ഒരു ഫോണിൽ തന്നെ നമ്മളുടെ സമയം നമുക്ക് കൂടുതൽ ആശംസകൾ അറിയിക്കാനും നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർ നമുക്ക് കുറച്ച് അകന്ന ബന്ധുക്കളെ അടക്കം ഫോണിലൂടെ ദീർഘനേരം സംസാരിക്കാനൊക്കെ നമുക്ക് കഴിയും. കൂടുതൽ അടുപ്പം നമുക്ക് ഉണ്ടാക്കാൻ ഒരുപക്ഷെ ഒരു കാരണമായേക്കാം. അപ്പോൾ നമ്മുടെ സമയത്തെ ഏറ്റവും ക്രിയാത്മകമായി ഈ ഒരു പെരുന്നാൾ ആഘോഷത്തെ ക്രമീകരിക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ക്രിയാത്മകമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പെരുന്നാളിനെ സമീപിക്കേണ്ടത്. അപ്പോഴാണ് കൂടുതൽ നമുക്ക് പെരുന്നാൾ എന്ത് ചെയ്യുക ഒരു സന്തോഷത്തിൻ്റെ ദിവസങ്ങളാക്കി മാറ്റാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ഒരു പെരുന്നാൾ സമ്മാനവുമായിട്ടാണ് വിസ്ഡം സ്റ്റുഡൻസ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. അതെ, സാധാരണ നമുക്കറിയാം ഏതൊരു പെരുന്നാൾക്കും വിസ്ഡം സ്റ്റുഡൻസ് വളരെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ആഘോഷങ്ങളും ആസ്വാദനങ്ങളുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്താറുള്ളത്. ഒരുപക്ഷെ ചെറിയ പ്രായം മുതൽ ബാലവേദി പ്രായം മുതൽ നമ്മുടെ ക്യാമ്പസ് തലം വരെയുള്ള വിദ്യാർത്ഥികളുള്ള എല്ലാവിധ ആസ്വാദനങ്ങളും നമ്മൾ പെരുന്നാൾ ദിനത്തിൽ ഒരുക്കാറുണ്ട്. ഇന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു ആസ്വാദനവുമായിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. ആദ്യമായി ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മോടൊപ്പം ആദ്യമായി ചേരുന്നത് പെരിന്തൽമണ്ണ സ്വദേശിയായ ഹാരിസ് ബിൻ ജമാൽ എന്ന 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഹാരിസ് ബിൻ ജമാലിൻ്റെ ആ ഒരു സുന്ദരമായ പെരുന്നാൾ ഗാനത്തിലേക്ക് നമുക്ക് ആദ്യം കാതോർക്കാം. ഹാരിസിൻ്റെ ഗാനത്തിലേക്ക്. ഉടനെ കഴുത്തൻ്റെ ദറുക്കുബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ഉടനെ കഴുത്തൻ്റെ ദറുക്കുബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖം എൻ്റെ മനസ്സിലിപ്പോൾ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖം എൻ്റെ മനസ്സിലിപ്പോൾ. നേരം കളയാതെ അറുക്കൂ ബാപ്പാ, നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പാ. നേരം കളയാതെ അറുക്കൂ ബാപ്പാ, നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പാ. ബലിയായിട്ടവദ്ദേഹം കൊടുക്കുന്നേരം വലിയോൻ തുറക്കുന്നു സുവർഗമെന്നും. ബലിയായിട്ടവദ്ദേഹം കൊടുക്കുന്നേരം
വലിയോൻ തുറക്കുന്നു സുവർഗമെന്നും. ബാപ്പ അവിടെ ഞാൻ നദി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു. ബാപ്പ അവിടെ ഞാൻ നദി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു. മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ. മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ. തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കൂ ബാപ്പ, തൗഫീഖുടയോനോടടുക്കൂ ബാപ്പ. തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കൂ ബാപ്പ, തൗഫീഖുടയോനോടടുക്കൂ ബാപ്പ. എന്താണൊരു കാറ്റും ഇടിയും കേൾപ്പൂ, എന്താണൊരു ശബ്ദം മുഴങ്ങി കേൾപ്പൂ. എന്താണൊരു കാറ്റും ഇടിയും കേൾപ്പൂ, എന്താണൊരു ശബ്ദം മുഴങ്ങി കേൾപ്പൂ. വിധിയിൽ വിറക്കാത്തോരിബ്രാഹിമേ, മദിനി വിജയിച്ച പ്രിയ റസൂലേ. വിധിയിൽ വിറക്കാത്തോരിബ്രാഹിമേ, മദിനി വിജയിച്ച പ്രിയ റസൂലേ. ഉടനെ കഴുത്തെൻ്റെതറുക്കൂ ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പ. ഉടനെ കഴുത്തെൻ്റെതറുക്കൂ ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പ. വളരെ അർത്ഥവത്തായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. എത്ര സുന്ദരമാണ് അതിൻ്റെ ഓരോ വരികളും. തീർച്ചയായും ഓരോ വരികളിലും ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ഒരു ഗാനം തന്നെയായിരുന്നു അത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് ഇബ്രാഹിം നബിയുടെ ചരിത്രം എന്നത് ഏവർക്കും തന്നെ ഒരു വികാരപരമായ ഒരു ചരിത്രമാണല്ലോ. അത് ഒരുപാട് കാലം ഒരു കുഞ്ഞിന് വേണ്ടി കാത്തു നിൽക്കുക, എന്നിട്ട് ആറ്റുനോറ്റ് കിട്ടിയ ഒരു പെഞ്ചോവനെ അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് മുന്നിൽ സമർപ്പിക്കുക എന്നത് തീർത്തും ലോക സമൂഹത്തിന് വളരെയധികം മാതൃകയായ ഒരു ചരിത്രമാണ് ഇബ്രാഹിം നബിയുടെ. അതുപോലെ തന്നെ ഖുർആനിൽ ഒട്ടനവധി വിശേഷണങ്ങളാണ് ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഖലീലുള്ള, അതുപോലെ തന്നെ നബിയുടെ അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന രൂപം. ഒരു സമുദായത്തെ, ഒരു വ്യക്തിയെ ഒരു സമുദായമായി ഖുർആൻ പിന്നെ പറഞ്ഞത് ഇബ്രാഹിം നബിയെ പറ്റിയാണ്. അതുപോലെ നമ്മുടെ മുഹമ്മദ് നബിയുടെ സമുദായത്തോട് പോലും മാതൃകയാക്കാൻ വേണ്ടിയാണ്ട് നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം. തീർച്ചയായും ഇത്തരത്തിൽ ഇപ്പോൾ ഇബ്രാഹിം നബിയുടെ ഒരുപാട് വിശേഷങ്ങളോട് പറഞ്ഞു. ഇതേപോലെ ഇത്തരത്തിലൊരു മാതൃകാപരമായ ഒരു ഉപ്പയുടെ വളരെ മാതൃകയായ ഒരു മകനാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാം. തീർച്ചയായും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൽ നമുക്ക് ഇതുപോലുള്ള ഒരു മാതൃകയുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന എന്തായിരുന്നോ അത് പൂർണ്ണമായും മറ്റൊരു തരത്തിലുള്ള ചിന്തകൾക്കും മാറ്റി വയ്ക്കാതെ അത് കൽപ്പന അതേപോലെ അനുസരിക്കാൻ ഉള്ളൊരു മനസ്സ്. തീർച്ചയായും നമ്മളെപ്പോലെ ഈ ഒരു പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വളരെയധികം മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാം. ഓരോ അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അത് പൂർണ്ണമായിട്ട് അനുസരിക്കാനുള്ള വലിയൊരു മാതൃകയാണല്ലോ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വാപ്പയും മകനും ലോക സമൂഹത്തിന് എന്താണ് വലിയൊരു മാതൃകയാണ്. അത് ഈ ഒരു ബലിപെരുന്നാളിൻ്റെ സുദിനത്തിൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നമ്മൾ സ്മരിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം തക്ബീർ ധ്വനികളെ കൊണ്ട് മുഖരിതമാകട്ടെ ഇന്നത്തെ നമ്മുടെ ദിവസം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ
തക്ബീർ ധ്വനികളാൽ വളരെ മുഖരിതമായ ഈ ഒരു സന്ദർഭത്തിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പെരുന്നാൾ സന്തോഷത്തെ ഇരട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള മറ്റൊരു മഹത്തായ സന്തോഷം കൂടി ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു മഹത്തായ സന്ദർഭത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനി പണ്ഡിതനായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ബഹുമാനായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ അവർകളാണ്. അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക്, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹ്. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനികളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള ബഹു കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ആഗസ്റ്റ് മാസം മുതൽ നമ്മുടെ വളരുന്ന തലമുറകൾക്ക് വേണ്ടി, ചെറിയ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് വേണ്ടി സർഗ സംഗമം ആരംഭിക്കുകയാണ്. നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു വെല്ലുവിളിയാണ് അവർ ബുദ്ധിപരമായും സാംസ്കാരികമായും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയകളും സാമൂഹ്യ സാഹചര്യങ്ങളും അവരുടെ മനസ്സിനെയും ചിന്തയെയും വിശ്വാസത്തെയും ജീവിതത്തെയും തന്നെ മതിച്ച് തകർത്ത് നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കുട്ടികളുടെ ബുദ്ധിപരമായ വളർച്ചയെയും മാനസിക കായിക ശേഷികളെയും നേരായ മാർഗത്തിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടിയാണ് വിസ്ഡം കൂട്ടായ്മ ഈ ഒരു സർഗ സംഗമത്തിന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശാഖാതലം മുതൽ സംസ്ഥാനതലം വരെയുള്ള വിവിധ ഘട്ടങ്ങളായിക്കൊണ്ട് കുട്ടികളെ മാനസികമായി ഉയരങ്ങളിലേക്ക് വളർത്തിയെടുക്കുകയും ആദർശത്തിൻ്റെ കീഴിൽ അടിയുറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥമായ ഒരു മാനവികതയുടെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വൈജ്ഞാനിക മേഖലകളെയും വൈകാരിക മേഖലകളെയും മനഃശാലിക മേഖലകളെയും നേരായ ചാനലിൽ കൂടി തിരിച്ചുവിടുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മുടെ വളരുന്ന മക്കൾക്ക് വേണ്ടിയുള്ള ഈ ബൃഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ രക്ഷിതാക്കളും കുട്ടികളും പ്രവർത്തകന്മാരും സഹോദരങ്ങളുമെല്ലാം സഹോദരിമാരുമെല്ലാം ഈ പരിപാടിയോട് ക്രിയാത്മകമായി പ്രതികരിക്കണമെന്നും ഇതിൽ നമ്മുടെ മക്കളെ പങ്കാളികളാക്കണമെന്നും അള്ളാഹുവിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أنت تعلم كيف حالي وبما قد حل قلبي من حموم واشتغاري فتداركني بلطف منك يا مولى الموالي. അതെ, നിറങ്ങൾ തേടിയുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പേര് സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സർഗാത്മകതയുടെ വസന്തകാലം ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. ഇനി നന്മയുടെ, കലാപരതയുടെ ഒത്തിരി അവസരങ്ങളും ആസ്വാദനങ്ങളും നമ്മെ തേടി കാത്തിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ലോകത്ത് 700 കോടി ജനങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അവർ ഓരോരുത്തരും വ്യത്യസ്തമാണ്. ജാതി, മതം, വർണ്ണം, ദേശം, ഭാഷ, ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ടെന്ന് അവർ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെയാണ് അവരുടെ സർഗാത്മകമായ കഴിവുകളും വ്യത്യസ്തമാണ്. ചിലർ പാടുന്നു, ചിലർ വരക്കുന്നു, നന്നായിട്ട് സംസാരിക്കാൻ, പ്രസംഗിക്കാൻ അറിയുന്നത്, ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ്. അത് അറിയാതെ പോവുക എന്നത് വളരെയധികം ഖേദകരമായൊരു കാര്യമാണ്. തന്നിലുള്ള കഴിവിനെ സ്വന്തം മനസ്സിലാക്കാതെ പോകുക എന്നുള്ളത് വളരെയധികം ഖേദകരമാണ്. എന്നാൽ തന്നിലെ സർഗാത്മകമായ കഴിവിനെ തിരിച്ചറിഞ്ഞവർക്കാകട്ടെ അവസരമില്ലാത്തതിൻ്റെ പേരിൽ അവർ ഖേദിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനി കേരളത്തിലുടനീളമുള്ള വിദ്യാർത്ഥികൾ, ഒരുപക്ഷെ KG പ്രായം മുതൽ PG പ്രായം വരെയുള്ള വിദ്യാർത്ഥികൾ ഇനി അവരുടെ സർഗപരമായ കഴിവുകൾ ഇവിടെ മാറ്റുരക്കുകയാണ്. ഇനി സർഗവസന്തത്തിൻ്റെ നാളുകളാണ്. വസന്തം സുഗന്ധം മധുമലചന്തം നന്മയിലായി പങ്കുവയ്ക്കും സർഗവസന്തം. വസന്തം സുഗന്ധം മധുമലചന്തം നന്മയിലായി പങ്കുവയ്ക്കും സർഗവസന്തം.
നിറഞ്ഞൊരാകാരങ്ങൾ പതിഞ്ഞൊരീണങ്ങൾ കൈപിടിച്ച് കൂടെ വരൂ ഒന്നു ചേർന്നിടാം. വസന്തം സുഗന്ധം മധുമലർ ചന്തം നന്മയിലായി പങ്കുവയ്ക്കും സർഗവസന്തം. വസന്തം സുഗന്ധം മധുമലർ ചന്തം നന്മയിലായി പങ്കുവയ്ക്കും സർഗവസന്തം. സർഗവസന്തം കലയുടെയും ആസ്വാദനത്തിൻ്റെയും നല്ല നാളുകൾ നമ്മെ തേടി വരികയായി. പാട്ടും കഥകളും രചനകളും വരകളും തുടങ്ങി മറ്റു നമ്മുടെ വ്യത്യസ്തമായ അഭിരുചികൾ പ്രകടിപ്പിക്കാനുള്ള അവസരം നമ്മെ തേടിയെത്തുകയാണ് സർഗവസന്തം. കലാരൂപങ്ങൾ ഒരുപാടുണ്ടെങ്കിലും പാട്ടിന് അതിൻ്റേതായ ഒരു തനിമയുണ്ട്. പാട്ട് ആസ്വദിക്കുന്നവർ, പാട്ട് പാടുന്നവർ, പാട്ട് എഴുതുന്നവർ, പാട്ടിനെ പല രൂപത്തിൽ നോക്കിക്കാണുന്ന ആളുകൾ. എന്നാൽ ഇന്ന് പാട്ടിനെ മലീമസമാക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരികയാണ്. നല്ല നല്ല വരികളെ കാതടുപ്പിക്കുന്ന മ്യൂസിക്കുകൾ കൊടുത്ത് അതിനെ അർത്ഥം ഇല്ലാതെയാക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് സംഗതികൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നമുക്കറിയാം, ഇന്ന് നമ്മൾ കാണുന്ന ഈണം യൂട്യൂബ് ചാനൽ നല്ല നല്ല വരികൾ അതിൻ്റെ ഈണത്തിലും ഭാവത്തിലും നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈണം ടീമംഗങ്ങൾ. ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുകയാണ്. ഈണം യൂട്യൂബ് ചാനലിൻ്റെ പിന്നണി പ്രവർത്തകരും ഗായകന്മാരുമാണ് നമ്മുടെ ഒപ്പം ചേർന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങൾക്കായി കാതോർക്കാം. ഈണം ടീമംഗങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ മുഹമ്മദ് സാലിഹ്, മലപ്പുറം ജില്ലയിലെ കാവനൂരാണ് വീട്. നിലവിൽ മലപ്പുറം നോർത്ത് ജില്ല വിസ്ഡം സ്റ്റുഡൻറ്റ് സെക്രട്ടറിയാണ്. അടുത്തത് നിങ്ങൾക്ക് പരിചയപ്പെടാം. ഞാൻ മുഹമ്മദ് സഫാൻ, എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ തിരൂർക്കാടാണ്. ഞാൻ മങ്കട മണ്ഡലം പ്രസിഡൻ്റാണ്. ഞാൻ മുഹമ്മദ് സാജിദ്, പുതുനഗരാണ് വീട്. വിസ്ഡം സ്റ്റുഡൻസ് പാലക്കാട് ജില്ല വൈസ് പ്രസിഡൻ്റാണ്. പുതുനഗരം അവിടെ ഒരു പണ്ട് പോപ്കോൺ നടന്ന സ്ഥലമായിരുന്നു. യെസ് ഞാൻ ഓർക്കുന്നു, പുതുനഗരം പ്രോഫ്കോൺ. അടുത്തത് എൻ്റെ പേര് മുബീൻ, വീട് കാളികാവാണ്. ഞാൻ മദീനത്തുലുലും അഫ്സലുലുമ തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. മുബീൻ പട്ടാണി അല്ലേ? നിങ്ങൾ പണ്ട് പ്രോഫ്കോണിലൊരു ഗാനം ഞാൻ ഓർക്കുന്നു. ഏതായിരുന്നു അത്? ബിലാൽ റഹ്മാനെ കുറിച്ചൊരു പാട്ട്, മണിമുത്ത് റസൂലിൻ്റെ. യെസ്, എനിക്കതൊന്ന് പാടിത്തരാൻ പറ്റുമോ? ഒരു രണ്ട് വരി മാത്രം മതി. മണിമുത്ത് റസൂലിൻ്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളിവർ പൂബിലാലന്ന് തകർന്ന് തേങ്ങി പുണ്യമദീനയ്ക്ക് വിട ചൊല്ലി നടന്ന് നീങ്ങി. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ. വളരെ ഞാനത് ആസ്വദിച്ച് കേൾക്കുന്ന ഒരു പാട്ട് ആയതുകൊണ്ടാണ് ആദ്യം തന്നെ അത് പാടാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ പരിചയപ്പെടാം. എൻ്റെ പേര് ഹാഷിം, വാണിയമ്പലമാണ് വീട്. ഞാൻ ഇപ്പോൾ നിലവിൽ വിസ്ഡം സ്റ്റുഡൻസ് മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളെല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇവരെ ഒരു ഫ്രെയിമിൽ കിട്ടിയ സ്ഥിതിക്ക് ഈണം ടീമംഗങ്ങളെന്ന നിലയ്ക്ക് നമുക്ക് പ്രേക്ഷകർക്ക് ആസ്വദിക്കുന്ന രൂപത്തിലെ ഒരു ചെറിയൊരു മത്സരത്തിലേക്ക് പോകാവുന്നതാണ്. മത്സരം വലിയൊരു മത്സരമൊന്നുമല്ല, അക്ഷരശ്ലോകം. നിങ്ങൾക്കൊക്കെ അറിയാം, പാട്ട് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ നിബന്ധന. ഒന്ന്, ഇസ്ലാമികമായ പാട്ടുകൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ട്, അവസാനത്തെ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ പാടേണ്ടത്. ഓക്കെ, മത്സരത്തിൻ്റെ നിയമം വെച്ച് നോക്കുമ്പോൾ ആദ്യം ഞാനാണ് പാടേണ്ടത്. പക്ഷേ ഞാൻ പ്രേക്ഷകരൊന്നും ഇല്ലോണ്ട് ഞാൻ പാട്ടിലേക്ക് കിടക്കുന്നില്ല. ഓക്കെ, നമുക്ക് സഫ്വാനിൽ നിന്ന് തുടങ്ങാം. സഫ്വാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടി തുടങ്ങാം. ഉടനെ കഴുത്തെൻ്റെ ദറുക്കൂ ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ഉടനെ കഴുത്തെൻ്റെ ദറുക്കൂ ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിലിപ്പോൾ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിലിപ്പോൾ.
നേരം കളയാതെ അറുക്കൂ ബാപ്പ, നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പ. ഇന്നത്തെ പെരുന്നാൾ സുദിനത്തിൽ നമുക്ക് സ്മരിക്കാൻ രൂപത്തിലുള്ള ഒരു പാട്ടാണ് സഫ്വാൻ പാടിയിട്ടുള്ളത്. മാഷാ അല്ലാ. ഏതായിരുന്നു അവസാനത്തെ പദം? ഏതായിരുന്നു? ബാപ്പ. അപ്പോൾ സാജിദ് ബാ വെച്ച് പാടിക്കോളൂ. ബദറിന്ദ്രണാങ്കണ ധ്വനി മുഴങ്ങി, നബിയും സ്വഹാബത്തും പടക്കോരുങ്ങി, നബി തൻ സഹജരെ അണിയായി നിർത്തി, അണിയിൽ സവാദിന്നും ഒരൽപ്പം തെറ്റി. ബദറിന്ദ്രണാങ്കണ ധ്വനി മുഴങ്ങി, നബിയും സ്വഹാബത്തും പടക്കോരുങ്ങി, നബി തൻ സഹജരെ അണിയായി നിർത്തി, അണിയിൽ സവാദിന്നും ഒരൽപ്പം തെറ്റി. അവസാനത്തെ പദം തെറ്റി. അപ്പോൾ താ കൊണ്ടുപാടാം മുബീൻ. തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താലെന്നുപ്പ. തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താലെന്നുപ്പ. എരിവെയിലിൻ തീക്കനലുകളേറ്റ് തളർന്നെൻ പൊന്നുപ്പ, ഏറിയ നാളും ദുരിതം പേറി വളർത്താനെന്നുപ്പ. ഒരു നാളും ആയില്ല എന്നുള്ളില്ല സ്നേഹം. സ്നേഹം വെച്ച് പാടാം. സുജൂദിലായി വീണു തേടാം നാഥന്റെ മുന്നിൽ തൗബക്കായി. സക്കറാത്തിൻ നേരത്തും ഈമാനിൻ പ്രഭ നൽകി സുരലോകം പുൽകാൻ തുണക്കല്ലാ. സുജൂദിലായി വീണു തേടാം നാഥന്റെ മുന്നിൽ തൗബക്കായി. സക്കറാത്തിൻ നേരത്തും ഈമാനിൻ പ്രഭ നൽകി സുരലോകം പുൽകാൻ തുണക്കല്ലാ. മാഷാ അല്ലാ. ഏകദേശം ഒരു റൗണ്ട് ഇവിടെ പൂർത്തിയായി. വളരെ രസകരമായിട്ട് ഓരോരുത്തരും പാടി. നിങ്ങളൊക്കെ ആസ്വദിച്ചല്ലോ അല്ലേ? പ്രേക്ഷകർ അതിലേറെ നന്നായി ആസ്വദിച്ചിട്ടുണ്ടാവും തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ റൗണ്ടിലേക്ക് കടക്കാം അല്ലേ? ഏതായാലും നല്ലൊരു പെരുന്നാൾ സ്മരണം നടത്തുന്ന പാട്ട് സഫ്വാൻ പാടി. അതേപോലെ ബദറിൻ്റെ ഒരു സ്മരണം നടത്തിക്കൊണ്ട് സാജിദ്. അതേപോലെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഉപ്പാനെ കുറിച്ച് നല്ലൊരു പാട്ട് മുബീൻ. അതേപോലെ സുജൂദും തൗബയൊക്കെ ആയിട്ട് ഹാഷിം. അങ്ങനെ ഒരു വ്യത്യസ്ത ആംഗിൾ നിന്നുകൊണ്ട് നല്ല അർത്ഥവത്തായ വരികളിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു റൗണ്ടിലേക്ക് കടക്കാം. അല്ല എന്ന പദമുണ്ടല്ലോ നിർത്തിയേ. തുണയേകല്ല. ഓക്കെ, താ കൊണ്ട് പാടാം സഫ്വാൻ. താരം തിങ്ങും നീലാകാശം പോലെ വിളങ്ങും പുഞ്ചിരിയായി ചാർത്താം സ്വാഗതമാല്യം മദിതയിൽ ഇസ്ലാഹിന്നുടെ നായകരിൽ, ഇസ്ലാഹിന്നുടെ നായകരിൽ. താരം തിങ്ങും നീലാകാശം പോലെ വിളങ്ങും പുഞ്ചിരിയായി ചാർത്താം സ്വാഗതമാല്യം മദിതയിൽ ഇസ്ലാഹിന്നുടെ നായകരിൽ, ഇസ്ലാഹിന്നുടെ നായകരിൽ. ഓക്കെ, സഫ്വാൻ തിരൂർക്കാട്ടുകാരനാണ് അല്ലേ? ഉമർ മൗലവിൻ്റെ ഒക്കെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് തിരൂർക്കാട്. ഇസ്ലാഹിൻ്റെ നായകന്മാരെ കുറിച്ചുകൊണ്ട് സഫ്വാൻ പാടി. വളരെ മനോഹരമായി. നായകന്മാർ അല്ലേ? ഓക്കെ, എന്നാ വെച്ച് പാടാം.
നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്. ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്. ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്, മടങ്ങുമെന്ന്. മാഷാ അല്ലാ, എപ്പോഴും മരിക്കാന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. വളരെ ചിന്തിക്കുന്ന രൂപത്തിൽ പാടി സാജിദ്. മടങ്ങുമെന്നല്ലേ വെച്ച് പാടാം. മുബീൻ. മണിമുത്ത് റസൂലിൻ്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളിവർ പൂബിലാലന്ന് തകർന്ന് തേങ്ങി, പുണ്യമദീനയ്ക്ക് വിട ചൊല്ലി നടന്ന് നീങ്ങി. ചെറുഭാണ്ഡം ചുമടേന്തി മിഴിനീരിൻ പുഴ നീന്തി, മദീനത്തെ മണൽ പോലും അരുതെന്നോതി, വ്യതയാൽ അസ്ഹാബും മനം പൊട്ടി കരഞ്ഞ് പോയി. മാഷാ അല്ലാ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മുബീനെ ഞാൻ കാണുന്നത് തന്നെ ആ പാട്ടിലൂടെയാണ്. ആ പാട്ട് വളരെയധികം എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പാട്ടാണ്. ബിലാൽ റഹ്മാൻ്റെ ചരിത്രം വളരെ ഹൃദ്യമായി സ്പർശിക്കുന്ന ഒരു പാട്ടാണ് അത്. നമ്മുടെ ജമീൽ ആപ്പിൽ അതുണ്ട് അല്ലേ. അതേപോലെ പ്രൊഫ്കോണിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ ആ പാട്ട് വളരെയധികം വ്യൂസൊക്കെ കയറിയ ഒരു പാട്ടാണ്. ഓക്കെ, കരഞ്ഞു നീങ്ങി പോയി. ഓക്കെ, വെച്ചിട്ട് പാടാം ഹാഷിം. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിൽ അതു നിധിയാണേ. പടിവാതിലിൽ ചെറുതടിയാണേ, നബി തങ്ങളെ പൂങ്കുടിലാണേ. കനിവാം നബിയോരുടെ ഇടപെടലുകൾ കണ്ടേ, ഖൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ. അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ. അതൃപ്പൂവാം ബിലാലിൻ സ്വരനാദം, യാ റസൂലേ. മാഷാ അല്ലാ, അപ്പോൾ 2 റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. എല്ലാവരും മനോഹരമായിട്ട് പാടുന്നുണ്ട്. നമ്മൾ വിജയം കണ്ടെത്താൻ സാഹസപ്പെടുകയാണ്. ഓക്കെ, അടുത്തത് റസൂൽ എന്നാ. യെസ്, വെച്ച് പാടാം സുഫാൻ. റൂഹൊരു നാൾ വിധി വന്നാൽ പിടികൂടും നേരം, ഉറ്റവരും ഉടയവരും പിരിയുന്നൊരു നേരം, കണ്ണ് മറയുന്ന നാളിലായി മണ്ണിൽ ചേരുന്ന രാദിനം, കണ്ണ് മറയുന്ന നാളിലായി മണ്ണിൽ ചേരുന്ന രാദിനം. റൂഹൊരു നാൾ വിധി വന്നാൽ പിടികൂടും നേരം, ഉറ്റവരും ഉടയവരും പിരിയുന്നൊരു നേരം, കണ്ണ് മറയുന്ന നാളിലായി മണ്ണിൽ ചേരുന്ന രാദിനം, കണ്ണ് മറയുന്ന നാളിലായി മണ്ണിൽ ചേരുന്ന രാദിനം. ഓക്കെ, ചേരുന്ന ദിനം അല്ലേ. സാജിദ് വെച്ച് പാടും. ചുമരിൽ ഒരു ഘടികാരം തൻ സൂചിയിളക്കി കൊണ്ടു പറഞ്ഞു,
മനുഷ്യ നിൻ ജീവിത സമയം ചെത്തി നൊറുക്കുന്നു. നിന്നുടെ മരണത്തിൻ സമയമളന്ന് കുറിക്കുകയല്ലോ ഞാൻ. ചുമരിൽ ഒരു ഘടികാരം തൻ സൂചിയിളക്കി കൊണ്ടു പറഞ്ഞു മനുഷ്യ നിൻ ജീവിത സമയം ചെത്തി നൊറുക്കുന്നു. നിന്നുടെ മരണത്തിൻ സമയമളന്ന് കുറിക്കുകയല്ലോ ഞാൻ. ഓരോരോ നിമിഷവും 1000 അഭിലാഷങ്ങളുമായി മനുഷ്യൻ ഓടുന്നു ജീവിത സമയം നേടിയെടുക്കാനായി അല്ലേ? യെസ്, ഈ പാട്ട് കേൾക്കുമ്പോൾ പണ്ട് ഒരുപാട് കാലം പഴക്കേണ്ടി തോന്നുന്നു അല്ലേ? ഈ കെ മന്നൂർ രചിച്ചൊരു പാട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രേക്ഷകരൊക്കെ ഈ ഒരു പാട്ടിൻ്റെ ഒപ്പം താളം തുടിക്കുകയാണ്. കമൻറ്റ് ബോക്സിൽ നല്ല നല്ല കമൻറ്റുകൾ വരുന്നുണ്ട്. ഏതിരുന്നാലും പാട്ടുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ഏതെൻ്റെ അക്ഷരം? നേടിയെടുക്കാനായി. എന്നാ വെച്ച് പാടുക. നിന്റെ ഈ തുറന്ന മിഴിയും കരയുന്നു നിന്റെ തുണയും, അകലുന്ന നിന്റെ റൂഹും പരലോകയാത്രയായി. നിന്റെ ഈ തുറന്ന മിഴിയും കരയുന്ന നിന്റെ തുണയും, അകലുന്ന നിന്റെ റൂഹും പരലോകയാത്രയായി. ലോകയാത്രയായി. ഓക്കെ. യെസ്, മുബീനെ ഞാനൊരു ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം ചോദിക്കുകയാണ്. മുബീന് ചെറുപ്പം മുതലേ പാട്ട് പാടാറുണ്ടോ? എങ്ങനെയാണ് ഒരു ഗായകനാൻ സ്വയം തിരിച്ചറിഞ്ഞത്? എങ്ങനെ? മദ്രസയിൽ നിന്നൊക്കെ ആദ്യം പാടുമായിരുന്നു. പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ജാമ്യയിലേക്ക് ചേർന്നു, ജാമ്യ അൽ ഹിന്ദിലേക്ക്. യെസ് യെസ്, മിനിയൂട്ടിയിൽ. അതെ, അവിടുന്ന് അവിടുത്തെ ആർട്സ് ഫെസ്റ്റിന് പാടിയപ്പോൾ ഈ മണിമുത്ത് റസൂൽ പറഞ്ഞ പാട്ടാണ് പാടിയത്. അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പോൾ പിന്നെ പ്രൊഫ് കോണൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അല്ലേ? എനിക്കത് അറിയാൻ കാരണം എല്ലാവരും അങ്ങനെ തന്നെയാണോ? ചെറുപ്പം മുതലേ പാടുമായിരുന്നു. ഞാനും പലപ്പോഴൊക്കെ പാട്ട് പാടാറുണ്ട്. പക്ഷേ അത് പലർക്കും പല കഴിവുകളാണ്. ഞാൻ ആ പാട്ട് ആസ്വദിക്കുകയാണ് കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് അറിയാൻ ആഗ്രഹം എന്താ വെച്ചാൽ, എല്ലാവരും ചെറുപ്പം മുതലേ പാട്ടിലൂടെ വന്നതാണോ, അതോ പെട്ടെന്ന് സമയത്ത് ഒരു അവസരം കിട്ടിയപ്പോൾ ഉപയോഗപ്പെടുത്തി അങ്ങനെ തിരിച്ചറിഞ്ഞതാണോ എന്ന് എനിക്കറിയേണ്ടത്. സഫ്വാൻ എങ്ങനെയാണ്? ചെറുപ്പം മുതലേ പാടായിരുന്നു? അങ്ങനെയൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു വേദികളൊക്കെ കിട്ടുമ്പോൾ അല്ലേ അത് ഒരു കാണിച്ച ധൈര്യം കൊണ്ട് അല്ലേ എടുത്തു പോകുന്നതായിരിക്കും. എങ്ങനെ സാജിദ്? എങ്ങനെ? അതുപോലെ തന്നെ മദ്രസ കാലയളവിലൊക്കെ പാടിയിട്ടുണ്ട്. യെസ് യെസ്. പിന്നെ 8ാം ക്ലാസ് മുതൽ 10 വരെ ഒരു തൃശ്ശൂർ ദാറുൽ ഖുറാനിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ ആഴ്ചയ്ക്ക് എല്ലാ ആഴ്ചകളിലും സാഹിത്യ സമാജങ്ങളും അങ്ങനെയുള്ള ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ മാറി കിട്ടിയത് അങ്ങനെയാണ്. യെസ്, അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവസരം ഉപയോഗിച്ച് വന്നു തന്നെയാണ് അല്ലേ? എങ്ങനെ ഹാഷിമിൻ്റെ ഒരു അവസ്ഥ പറയും? മദ്രസകളിലും സ്കൂളുകളിലൊക്കെ കലോത്സവങ്ങൾ പങ്കെടുക്കുമായിരുന്നു, ഈ സബ് ജില്ലാ തലങ്ങളിലും ഒക്കെ. പിന്നെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ അടുത്ത് ഈണത്തിലേക്ക് ക്ഷണിച്ചിരുന്നു, അവിടെ ഒരു പാടാനൊരു അവസരം കിട്ടി. അപ്പോൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അല്ലേ പലരും ഗായകന്മാരാവുന്നതും പല നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുന്നതും. പ്രേക്ഷകരോടും പറയാനുള്ളത്, കുട്ടികളായാലും മുതിർന്നവരൊക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു വരാറുണ്ട്. അവസരങ്ങൾ സംയോജിതമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് സർഗ്ഗവസന്തം. ഇനി അങ്ങോട്ട് നമ്മുടെ ശാഖാതലങ്ങൾ മുതൽ ഏത് തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവർക്കുള്ളൊരു അവസരം ഒരുക്കുകയാണ് സർഗ്ഗവസന്തം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് ആരാ ഇപ്പോൾ ലാസ്റ്റ് പാടി നിർത്തിയത്? മുബീൻ അല്ലേ? യെസ്. അപ്പോൾ അടുത്തത് ഹാഷിം പാടോ. ഏതായിരുന്നു അവസാനത്തെ വാക്ക്? യാ കൊണ്ടാണ് തുടങ്ങേണ്ടത് ഇനി. യെസ് യെസ്, ഓക്കെ, പാടിക്കോളൂ. എത്തിമിന്നത്താണി ഏകിക്കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ലാ വർഷിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തഖീങ്ങൾക്കാണ് സ്വർഗത്തിൽ അത്താഴം. എത്തിമിന്നത്താണി ഏകിക്കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ലാ വർഷിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തഖീങ്ങൾക്കാണ് സ്വർഗത്തിൽ
സ്വർഗത്തിൽ അത്താഴം. ആലംബഹീനർക്ക് രക്ഷ കൊടുക്കേണം. ആരംഭ ത്വഹാവിൻ അരുൾ നമ്മളോർക്കേണം. അവശരെ കണ്ണൂനീരൊപ്പുന്നോർക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിടും കാരുണ്യം ഓശാരം. ഓശാരം. ഓശാരം, മാഷാ അല്ലാ. പ്രേക്ഷകരൊക്കെ നിങ്ങളുടെ വരികൾക്ക് ഒപ്പിച്ച് ചുണ്ടുകൾ നിൽക്കുകയാണ്. കമൻറ്റ് ബോക്സിൽ നല്ല കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് റൗണ്ടുകൾ ഇനിയും തുടരാമെന്ന് തോന്നുന്നു അല്ലേ? ഓശാനം. ഓശാരം. ഓ വെച്ച് തുടങ്ങണം സഫ്വാൻ. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിൻ്റെ കൽബിൽ നൊമ്പരം പേരുത്ത്, ആറ്റലായ മോനെയോർത്ത് വേദന കോരുത്ത്. കൊരുത്ത് കാവച്ച് പാടി. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകളെല്ലാം കാണുന്ന ഫർദാനേ. ദണ്ണങ്ങൾ തീർത്ത് സലാമത്തേകണേ ഹന്നാനേ. ദുഃഖത്തിൻ മാറാല നീക്കിടേണേ നീ സുബ്ഹാനേ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകളെല്ലാം കാണുന്ന ഫർദാനേ. ദണ്ണങ്ങൾ തീർത്ത് സലാമത്തേകണേ ഹന്നാനേ. ദുഃഖത്തിൻ മാറാല നീക്കിടേണേ നീ സുബ്ഹാനേ. മാഷാ അല്ലാ. സുബ്ഹാൻ അല്ലേ? സുബഹി ബാങ്കിൻ മധുരനാദം വാനിലുയരുമ്പോൾ, മതിമറന്ന് സുഖം നുകർന്ന് നാം ഉറങ്ങുമ്പോൾ, മരണമെന്ന സത്യമുണ്ട് നാം മറക്കല്ലേ. അത് കഴിഞ്ഞൊരു ജീവിതമുണ്ട് നാം പഠിച്ചില്ലേ. സുബഹി ബാങ്കിൻ മധുരനാദം വാനിലുയരുമ്പോൾ, മതിമറന്ന് സുഖം നുകർന്ന് നാം ഉറങ്ങുമ്പോൾ, മരണമെന്ന സത്യമുണ്ട് നാം മറക്കല്ലേ. അത് കഴിഞ്ഞൊരു ജീവിതമുണ്ട് നാം പഠിച്ചില്ലേ. നാം പഠിച്ചില്ലേ? യെസ്. പാ പാ. പരം വിധിച്ചുമ്മാവിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ഖബറെന്ന ഭയങ്കര വീട്ടിലെ. പരം വിധിച്ചുമ്മാവിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ട് നാട്ടിലെ.
കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ, ഖബറെന്ന ഭയങ്കര വീട്ടിലെ. വീട്ടിൽ. ഇപ്പോൾ നമ്മൾ എത്ര റൗണ്ട് കവർ ചെയ്തപ്പോൾ? 4 റൗണ്ട്. മാഷാ അല്ലാ, അറിയാതെ പോവാണ്. അത്രയും ആസ്വാദ്യകരമായ പാട്ടാണ്. പ്രേക്ഷകരും അതുപോലെ തന്നെ അത് വളരെയധികം ആസ്വദിച്ചാണ് എടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അവസാനത്തെ റൗണ്ടിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ? ഒരു റൗണ്ട് കൂടി ആരാവും എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, സഫ്വാൻ വീട്ടിലെന്നാണല്ലേ നിർത്തിയത്? വാ വെച്ച് പാടിയോ സഫ്വാൻ. വന്നാലിവിടം വിട്ട് പോവേണ്ടോരല്ലേ നമ്മൾ, ഉടയോന്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ. വിധി വന്നാലിവിടം വിട്ട് പോവേണ്ടോരല്ലേ നമ്മൾ, ഉടയോന്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ. ദുരമൂത്ത് നടക്കും നേരം ഒരു നിമിഷം ചിന്തിച്ചാൽ, ദുരമൂത്ത് നടക്കും നേരം ഒരു നിമിഷം ചിന്തിച്ചാൽ, ദുനിയാവിൽ വഴിയാത്രക്കാരല്ലേ നമ്മൾ, ഉടയവൻ വിളിക്കുമ്പം പോവേണ്ടേ. പോവേണ്ടേ? പാവനദീൻ ഇസ്ലാമിൻ്റെ പരിപാവന പാദവെടിയല്ലേ, പുതിയവയൊന്നും ചേർക്കല്ലേ, പരിപൂർണതയുള്ള മതമല്ലേ. പാവനദീൻ ഇസ്ലാമിൻ്റെ പരിപാവന പാദവെടിയല്ലേ, പുതിയവയൊന്നും ചേർക്കല്ലേ, പരിപൂർണതയുള്ള മതമല്ലേ. മതമല്ലേ മതമല്ലേ. മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഓരിലയായെങ്കിൽ, ഹക്കൊത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ, മുത്ത് ബിലാലിൻ്റെ ബാങ്കൊലി പരത്തണ കാറ്റലയായെങ്കിൽ, മുമ്പരാമമ്പിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്നു പിറന്നെങ്കിൽ, അന്നു പിറന്നെങ്കിൽ. അന്നു പിറന്നെങ്കിൽ പാവച്ചോ. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മേലെ, പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൻ മീതേ. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മേലെ, പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൻ മീതേ. മാഷാ അല്ലാ, 5 റൗണ്ടുകൾ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതെ, 5 റൗണ്ട് പൂർത്തിയാക്കി. വളരെ മനോഹരമായിട്ട് എല്ലാവരും പാടി, വളരെ ആസ്വദിച്ച്, ഞാനും അത് ആസ്വദിച്ചു, പ്രേക്ഷകരും ആസ്വദിച്ചു. ഒരു വിജയനും നമുക്ക് കണ്ടെത്താൻ സാധിക്കണില്ല, കാരണം അത്രയും മനോഹരമായി ഓരോരുത്തർക്ക് കിട്ടിയ അക്ഷരങ്ങൾ വെച്ച് ഓരോരുത്തരും പാടി. വിജയം കണ്ടെത്താൻ എന്നുള്ളത് സാഹസമാണ്, അതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. എല്ലാവരെയും വിജയികളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലുള്ള കഴിവുകൾ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അഭിരുചികൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ്. സർഗവസന്തം ശാഖ മുതൽ
ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നമ്മുടെ മത്സരങ്ങൾ നടത്തുന്നു. ഓരോരുത്തർക്കും പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ചെറിയ കുട്ടി മുതൽ വലിയ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ സർഗവസന്തത്തിലൂടെ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ സമയം അറിയാതെ 5 റൗണ്ടുകൾ പൂർത്തിയായി. നമ്മൾ ഏകദേശം ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അവസാനത്തെ ഒരു പാട്ട് കൂടെ എല്ലാവരും ഒരുമിച്ചൊരു പാട്ട് കൂടെ പാടിയിട്ട് നമുക്കത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഓക്കെ, റെഡിയാണോ? നിങ്ങൾ എല്ലാവരും കൂടെ ഒരു പാട്ട് പാടാം. ഓക്കെ, ഒരു മാപ്പിളപ്പാട്ട്. ഓക്കെ, മാപ്പിളപ്പാട്ട് തന്നെ ആയിക്കോട്ടെ. മാപ്പിളപ്പാട്ടാക്കാം. യെസ്. അപ്പോൾ എല്ലാവർക്കും സുപരിചിതമായ ഒരു പാട്ട് പാടാം. ഏതാ പാട്ടാ? ഹർബ് തരവാക്കിയാലും. യെസ്, മാപ്പിളപ്പാട്ട്. ഓക്കെ. ഹറബ് നരർ അമരസുരർ ഹരിരാജദുജിനംഗം ചിത്രപോർപ്പച്ചം അകത്തൊത്തിട്ടാനേ മഹാകലക അനുദിനം കതിർപതി ബദർപട സ്വഹാബുകൾ അനുദിനം കതിർപതി ബദർപട സ്വഹാബുകൾ ചിന്തകൾ വർഗപ്പത്ത് അരുവത്തിപ്പെട്ടാളെ കുറേശികൾ ഹലറിലെ നളറിടെ ഹീരഹര ഹരിഹരിനന്ദം ഹലറിലെ നളറിടെ ഹീരഹര ഹരിഹരിനന്ദം പത്രപ്പെച്ച് അച്ചി ചുകപ്പിട്ട് ചാടി പിടിപട പ്രതിപൂർണ പിടിപട പ്രതിപൂർണ. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം തുടരുന്നു. നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് പോവുകയാണ്. നമ്മോടൊപ്പം വിസ്ഡം യൂത്ത് സംസ്ഥാന അധ്യക്ഷൻ ഹാരിസ് കായക്കൂടി നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദിശാബോധം നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി സമൂഹം വലിയ ആശങ്കയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകുന്നതിൻ്റെ ഭാഗമായി വിസ്ഡം സ്റ്റുഡൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമുക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് സർഗവസന്തം പ്രോഗ്രാം. പ്രത്യേകിച്ചും വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു പ്രോഗ്രാം. നമുക്കറിയാം, സംഗീതത്തിൻ്റെ അകമ്പടിയില്ലാതെയും നമ്മുടെ മക്കൾക്ക് അവരുടെ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കാനും പ്രകടിപ്പിക്കാനും അവസരങ്ങളുണ്ട് എന്നാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ വിസ്ഡം സ്റ്റുഡൻസ് നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും വിസ്ഡം യൂത്തിൻ്റെ ഈ ഒരു അവസരത്തിൽ നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രോഗ്രാമിലൂടെ ഒരുപാട് പ്രതിഭകളെ കണ്ടെത്താനും ആ പ്രതിഭകൾക്ക് ഇസ്ലാമിന് ഖിദ്മ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈറ. വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനായ ഹാരിസ് കായക്കോടെ ഒരു വാക്കുകളാണ് നമ്മൾ കേട്ടത്. തീർച്ചയായും വളരെ ചിന്ത ഉദിപ്പിക്കുന്ന വാക്കുകൾ അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇൻഷാല്ലാ ഈ ഒരു പ്രോഗ്രാം വളരെ ഭംഗിയായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ മാതൃഘടകവും യുവജന വിഭാഗവും വനിതാ വിഭാഗവും അതുപോലെ തന്നെ വിദ്യാർത്ഥി വിഭാഗവും ഒന്നിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന ഒട്ടനവധി പ്രോഗ്രാമുകൾക്കിടയിൽ നമുക്കറിയാം പ്രോഫ്കോൺ, ആൽക്കമി, ഇല്ലുമിന, ടീൻ സ്പേസ് പോലുള്ള നിരവധി കോൺഫറൻസുകളുടെ കൂട്ടത്തിൽ ഇവിടെ ഒരു പുതിയൊരു പൊന്തുവൽ കൂടി സർഗവസന്തം എന്ന പേരിൽ ഇവിടെ ആരംഭിക്കുകയാണ്. തീർച്ചയായും ഒരുപാട് വൈവിധ്യങ്ങളായ പദ്ധതികളും പ്രോഗ്രാമുകളും ആസ്വാദനങ്ങളും നമ്മളെ കാത്തിരിക്കുകയാണ്. അതെ, വളരെ വ്യത്യസ്തമായി വളരെ വൈവിധ്യമാർന്ന രൂപത്തിൽ ഈ പരിപാടി മുന്നോട്ട് പോകുമ്പോൾ വേറൊരു ആംഗിളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഇത് തീർച്ചയായും പ്രേക്ഷകർക്കുള്ള നിങ്ങൾക്കുള്ള ഒരു അവസരമാണ്. ഈ ദ ക്വസ്റ്റ് 3 ക്ലൂകൾ നമുക്ക് നൽകാം അല്ലേ? 3 ക്ലൂകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഈ 3 ക്ലൂകൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾക്ക് അവസാനം ഒരു ഉത്തരമായി കിട്ടും. അതെ, ഈ പറഞ്ഞ പോലെ 3 ചോദ്യങ്ങൾ നമുക്ക് 3 ക്ലൂകൾ നമുക്ക് നൽകാം. ആ 3 ക്ലൂകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു അവസാന ഉത്തരം നമുക്ക് ലഭിക്കും. ആ ഉത്തരം തീർച്ചയായും നമുക്ക് ഏറ്റവും ആദ്യം അയക്കുന്ന ആളുകൾ നമുക്ക് വിജയം പ്രഖ്യാപിക്കാം. അതെ, എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ പറഞ്ഞാലോ? ഒന്നാമത്തെ ക്ലൂ അല്ലേ? ഒന്നാമത്തെ ക്ലൂ ശ്രദ്ധിച്ച് കേൾക്കുക. ക്ലൂകൾ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഉത്തരം വിജയികൾ ആരുമായിരിക്കാം. ഓരോരുത്തരും വിജയികളാകാൻ വേണ്ടി തയ്യാറാവുക. ആദ്യത്തെ ചോദ്യം ഒരു ക്ലൂ ആണ്, ഒരു സൂചന മാത്രമാണ്. ഖുർആനിലെ ആദ്യത്തെ വചനം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്റെ സൃഷ്ടാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ക്ലൂ. സൂറത്തുൽ അലഖിലെ ഒന്നാമത്തെ വചനം. യെസ്, സൂറത്തുൽ അലഖിലെ ഒന്നാമത്തെ വചനമായ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ഒരു സൂചനയാണ് ആദ്യത്തെ ക്ലൂ ആയി നിങ്ങൾക്ക് നൽകാനുള്ളത്. യെസ്,
ഈ ഒരു ക്ലൂ ഇനിയും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും അല്ലേ? 3 ക്ലൂകളാണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഒന്നാമത്തെ ക്ലൂ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു സെഷനിലേക്ക് മുന്നോട്ട് പോകാം. അടുത്തതായിട്ട് ആരാണ് നമ്മോടൊപ്പം ചേരുന്നത്? അടുത്തത് നമുക്കൊരു വ്യത്യസ്തമായ ഒരു സെഷൻ. ഇന്ന് തീർച്ചയായും ഈ ഒരു സന്തോഷ സുദിനത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാം വളരെ വൈവിധ്യമാർന്ന രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു പാട്ട് കൂടിയാവാൻ തോന്നുന്നു. അതെ, തീർച്ചയായും. ആരാണ് ഇന്ന് നമ്മോടൊപ്പം പാട്ട്? ഒരു പാട്ട് കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകാം. ഒരു പാട്ടുമായി നമ്മോടൊപ്പം ചേരുന്നത് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ കാരാപറമ്പ് മണ്ഡലത്തിലെ പറമ്പിൽ ബസാർ ശാഖയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുഹമ്മദ് മിസബ് റഹ്മാൻ പി ആണ്. മിസബിൻ്റെ ഒരു ഗാനത്തിലേക്ക് നമുക്ക് കാതോർക്കാം. ഓക്കെ, യെസ്. റൂഹൊരു നാൾ വിധി വന്നാൽ പിടികൂടും നേരം, ഉറ്റവരും ഉടയവരും പിരിയുന്നൊരു നേരം, കണ്ണ് മറയുന്ന നാളിലായി മണ്ണിൽ ചേരുന്നൊരാ ദിനം, കണ്ണ് മറയുന്ന നാളിലായി മണ്ണിൽ ചേരുന്നൊരാ ദിനം, റൂഹൊരു നാൾ വിധി വന്നാൽ പിടികൂടും നേരം, ഉറ്റവരും ഉടയവരും പിരിയുന്നൊരു നേരം, ഖബറിൽ ചോദ്യമുയരുമ്പോൾ അമലുകൾ മാത്രം കൂട്ടിനായി, അമലുകൾ ചെയ്യാതാരും മോക്ഷം നേടില്ലൊരു നാളും, ഖബറിൽ ചോദ്യമുയരുമ്പോൾ അമലുകൾ മാത്രം കൂട്ടിനായി, അമലുകൾ ചെയ്യാതാരും മോക്ഷം നേടില്ലൊരു നാളും, യാ റബ്ബനാ തുണയേകണേ, യാ ദൽ ജലാൽ വഴികാട്ടണേ, യാ റബ്ബനാ തുണയേകണേ, യാ ദൽ ജലാൽ വഴികാട്ടണേ, റൂഹൊരു നാൾ വിധി വന്നാൽ പിടികൂടും നേരം, ഉറ്റവരും ഉടയവരും പിരിയുന്നൊരു നേരം, ആഖിറ നാൾ മറന്നിടുന്നോർ ഓർക്കേണ്ടുന്നൊരു കാര്യമിതാ, ഏതൊരു ദേഹവും ഒരു നാളിൽ മരണം പുൽകിടുമോർത്തോളൂ, ആഖിറ നാൾ മറന്നിടുന്നോർ ഓർക്കേണ്ടുന്നൊരു കാര്യമിതാ, ഏതൊരു ദേഹവും ഒരു നാളിൽ മരണം പുൽകിടുമോർത്തോളൂ, യാ റബ്ബനാ തുണയേകണേ, യാ ദൽ ജലാൽ വഴികാട്ടണേ, യാ റബ്ബനാ തുണയേകണേ, യാ ദൽ ജലാൽ വഴികാട്ടണേ, റൂഹൊരു നാൾ വിധി വന്നാൽ പിടികൂടും നേരം, ഉറ്റവരും ഉടയവരും പിരിയുന്നൊരു നേരം, കണ്ണ് മറയുന്ന നാളിലായി മണ്ണിൽ ചേരുന്നൊരാ ദിനം, കണ്ണ് മറയുന്ന നാളിലായി മണ്ണിൽ ചേരുന്നൊരാ ദിനം, റൂഹൊരു നാൾ വിധി വന്നാൽ പിടികൂടും നേരം, ഉറ്റവരും ഉടയവരും പിരിയുന്നൊരു നേരം. ഇതുപോലെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇൻഷാ അല്ലാ സർഗവസന്തത്തിലൂടെ നമ്മെ കാത്തിരിക്കുന്നത്. ഇൻഷാ അല്ലാ ഇനി നാം പ്രവേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഹിഫ്ള് സെഷനിലേക്കാണ്. നമുക്കറിയാം ഖുർആൻ പഠനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരാണ് നാം എല്ലാവരും. റസൂൽ പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അത് മനസ്സിലാക്കി ഖുർആൻ പഠനത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ ബാലവേദി തലത്തിലുള്ള 3 കുരുന്നു കൂട്ടുകാർ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി
സ്വാലിഹിലേക്ക് പോകാം. അസ്സലാമലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് സ്വാലിഹ്. ഞാൻ മഞ്ചേരി പൈനാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു, മുക്കം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, മോനെ പരിചയപ്പെടുത്തിക്കോ. അസ്സലാമലൈക്കും. ഞാൻ ഫൗസാൻ. എൻ്റെ വീട് തിരൂരങ്ങാടി ചെറുമുക്ക്. ഞാൻ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, മോനെ പരിചയപ്പെടുത്തുക. അസ്സലാമലൈക്കും. എൻ്റെ പേര് ഹംദാൻ ബിൻ അഷ്റഫ്. എൻ്റെ വീട് വൈലത്തൂർ തിരൂരാണ് എൻ്റെ വീട്. ഞാൻ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ പഠിക്കുന്ന ക്ലാസ് സ്റ്റാൻഡേർഡ് 6. ഓക്കെ, അപ്പോൾ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് നമ്മുടെ ഫൗസാൻ ഉണ്ട്, ഹംദാൻ ഉണ്ട്, അതുപോലെ സ്വാലിഹ് ഉണ്ട്. നമുക്കറിയാം ഖുർആനിൻ്റെ പാരായണം ഓരോ ഹർഫ് ഓതുമ്പോഴും അതിന് 10 നന്മ നമുക്ക് ലഭിക്കുന്നുണ്ട് ആണല്ലോ, നമ്മളൊക്കെ പഠിച്ചവരാണ്. അതായത് അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പ്രതിഫലം കിട്ടി? 30 പ്രതിഫലം നമുക്ക് എന്ത് ചെയ്തു? രേഖപ്പെടുത്തി. ഇത് മനസ്സിലാക്കി ഖുർആൻ ഓതിയാൽ വളരെയധികം പ്രതിഫലം നമുക്ക് കിട്ടാനുണ്ട്. ഇന്ന് നമ്മൾ വേറൊരു സന്തോഷത്തിൻ്റെ ദിവസത്തിലാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ബലിപെരുന്നാളിൻ്റെ ദിവസമാണെന്ന്. ബലിപെരുന്നാളിന് ഒരുപാട് സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇന്നത്തെ ബലിപെരുന്നാളിൻ്റെ ഒരു വിശേഷം സ്വാലിഹ് ഒന്ന് വിശദീകരിക്കാം. ഇന്നത്തെ ഒരു ബലിപെരുന്നാൾ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ആദ്യമൊക്കെ ഇങ്ങനെ പെരുന്നാളൊക്കെ ആയിരുന്നെങ്കിൽ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പിന്നെ വിരുന്നാരൊക്കെ പോകും, യാത്ര ടൂറൊക്കെ ഉണ്ട്, ടൂറ് പോവും. അങ്ങനെ ഇപ്പം പിന്നെ ഈ സാഹചര്യം ചെയ്തുകൊണ്ട് വീട്ടിലായതുകൊണ്ട് കഴിയുന്ന പരമാവധി സന്തോഷങ്ങൾ കണ്ടെത്തും. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പീസ് റേഡിയോയിൽ ഞങ്ങളെ പ്രായക്കാർക്ക് പറ്റിയ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ സർഗവസന്തം അങ്ങനത്തെ പ്രോഗ്രാമുകളിലൊക്കെ അങ്ങനെ സന്തോഷം കണ്ടെത്തും. മാഷാ അല്ലാ. അപ്പോൾ സ്വാലി പറഞ്ഞത് പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം. ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുക, പിന്നെ പെരുന്നാൾ പള്ളിക്ക് വീട്ടുകാരോട് ഒരുമിച്ച് പോകുക, ടൂറ് പോകുക, ഇതൊക്കെ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് പരിമിതികളുണ്ട്. എന്നാലും സ്വാലി പിന്നെ സൂചിപ്പിച്ച പോലെ പീസ് റേഡിയോയിൽ എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്? പ്രോഗ്രാമുകൾ നമ്മുടെ തലത്തിലുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയാണ് ഒരുപാട് പ്രോഗ്രാം ഉണ്ട്. ഇനി ഇതാ ഇൻഷാ അല്ലാ സർഗവസന്തം നമ്മളിലേക്ക് വരികയാണ്. ഓക്കെ, നമ്മൾ സൂചിപ്പിച്ച പോലെ ഇഫ്ള് സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ഈ ഒരു പിന്നെ സെഷൻ്റെ റൂൾസ് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായി ഞാൻ അമ്മ ജുസയിലെ ഒരായത്ത് നിങ്ങൾക്ക് പാരായണം ചെയ്തു തരും. ഓക്കെ, ആ പാരായണം ചെയ്ത ആയത്തിൻ്റെ തുടർന്നുള്ള 4 ആയത്ത് എന്ത് ചെയ്യണം? ഞാൻ ആരോടാണോ ചോദിച്ചത് അയാൾ കംപ്ലീറ്റ് ആക്കി ആ 4 ആയത്ത് ബാക്കി കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, റെഡി ആണല്ലോ? നമുക്ക് ആദ്യ സെഷനിലേക്ക് പ്രവേശിച്ചാലോ, ആദ്യ റൗണ്ടിലേക്ക്. ഓക്കെ, സ്വാലിയിലേക്ക് വരാം. ഞാനൊരു 2 ആയത്ത് ഓതാം, മോൻ എന്ത് ചെയ്യണം? ബാക്കി 4 ആയത്ത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والليل إذا عسعس والصبح إذا تنفس. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصبح إذا تنفس إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്ക്. ഇനി നമുക്ക് ഫൗസാനിലേക്ക് വരാം. ഞാനൊരു ആയത്ത് ഓതാം, ബാക്കി മോന് കംപ്ലീറ്റ് ചെയ്യണം. ഹൽ അതാക ഹദീസുൽ ജുനൂദ്. أعوذ بالله من الشيطان الرجيم. هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്ക്. ഓക്കെ, ഹംദാനിലേക്ക് വരാം. ഞാൻ 2 ആയത്ത് ഓതും, മോന് ബാക്കി കംപ്ലീറ്റ് ചെയ്യണം. والليل إذا يغشاها والسماء وما بناها. أعوذ بالله من الشيطان الرجيم. والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها
وتقواها قد أفلح من زكاها وقد خاب من دساها. മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്ക്. അപ്പോൾ ആദ്യ റൗണ്ടിൽ മാഷാല്ലാ എല്ലാം 3 പേരും വളരെ മനോഹരമായി ഓതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മാഷാല്ലാ. ഓക്കെ, ഒന്നാമത്തെ സെഷൻ റൗണ്ട് നമ്മൾ പൂർത്തിയാക്കി. രണ്ടാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. സൂചിപ്പിച്ച പോലെ എന്ത് ചെയ്യും, അമ്മ ജുസയിൽ തന്നെ ഒരു ആയത്ത് ഞാൻ ഓതും. ആയത്തിന് ശേഷമുള്ള 2 ആയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ പൂർത്തിയാക്കി ഓതിയതിന് ശേഷം എന്ത് പറയണം, ഏതാണ് ആ സൂറത്ത് എന്നതുകൂടി പറയണം. ഓക്കെ ആണല്ലോ? ഹംദാനിൽ തുടങ്ങാം. ഞാൻ ഓതുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. وجاء ربك والملك صفا صفا. أعوذ بالله من الشيطان الرجيم. وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي. ഏതാ സൂറത്ത്? സൂറത്തുൽ ഫജ്ർ. മാഷാ അല്ലാഹ്, സൂറത്ത് ഫജ്റിലെ ആയത്തുകളാണ് ഓതിയത്. ഓക്കെ, ഫൗസാനിലേക്ക് വരാം. ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. വലിസാനം വശഫതൈൻ. أعوذ بالله من الشيطان الرجيم. ولسانا وشفتين وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة. മാഷാല്ലാ. ഏതാ സൂറത്ത്? ഏതാ? സൂറത്തുൽ ബലദ്. സൂറത്തുൽ ബലദ്, ശരിയാണ്. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. ഓക്കെ, സ്വാലിലേക്ക് വരാം. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء ഷഹീദ്. ഓക്കെ, മാഷാല്ലാ. ഏതാ സൂറത്തിൻ്റെ പേരെന്തായിരുന്നു? ബുറൂജ്. സൂറത്തുൽ ബുറൂജ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ റൗണ്ടും മാഷാല്ലാ ഉഷാറായി കണ്ട് ഇവിടെ 3 പേരും ഒരേപോലെ എന്ത് ചെയ്തു, ഓതി കേൾപ്പിച്ചു. അടുത്തൊരു സെഷൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത സെഷൻ സൂറത്തുൽ ബഖറയിലെ ഏകദേശം തുടക്കത്തിൽ നിന്ന് ഒരു പകുതി വരെയിൽ ഏതെങ്കിലും ഒരു ആയത്ത് എന്ത് ചെയ്യും, ഞാൻ ഓതും. ആ ഓതിയ ആയത്തിന് തൊട്ട് മുകളിലത്തെ ആയത്താണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഓതേണ്ടി വരിക. റെഡിയാണല്ലോ? അതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം സ്വാലിഹിൽ നിന്ന് തുടങ്ങാം നമുക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തിൻ്റെ തൊട്ട് മുകളിലത്തെ ആയത്താണ് അത്. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. മാഷാ അല്ലാഹ്. ഇത് ഏതാണ് പേജ് എന്ന് പറയാൻ പറ്റുമോ? ഈ പേജിൻ്റെ തുടക്കത്തിലെ ആയത്ത് പറയാൻ പറ്റുമോ? ഇന്നല്ലദീന കഫറു സവ. മാഷാ അല്ലാഹ്. ഇത് ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം എന്നില്ല ആ പേജ് തുടങ്ങുന്നതാണ്. ഓക്കെ, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. ഓക്കെ, ഇനി ഫൗസാനിലേക്ക് വരാം. ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. സൂറത്തുൽ ബഖറയിൽ തന്നെ ഒരായത്തോതാ. യാ അയ്യുഹന്നാസു അബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇതിന് തൊട്ട് മുകളിലത്തെ ആയത്തോതുക. ശേഷം അത് ഏത് പേജാന്ന് കൂടി പറഞ്ഞു.
يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير. മാഷാ അല്ലാ. ഏതാ പേജ് പറയാൻ പറ്റുമോ? مثلهم كمثل. യെസ് മാഷാ അല്ലാ. മസലഹും കമസലില്ലതി. ഓക്കെ ഹംദാനിലേക്ക് വരാം. സൂറത്തുൽ ബക്കറയിൽ നിന്ന് തന്നെ ഒരു ആയത്തോതാ, മുകളിലുള്ള ആയത്തോതാണ് കേട്ടോ, ശ്രദ്ധിക്കാം. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ ആയത്തോത്, അത് ഏതാണ് പേജ് എന്ന് പറയാൻ പറ്റുമോ നോക്കാം. أعوذ بالله من الشيطان الرجيم. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. മാഷാ അല്ലാ. ഏതാ പേജ് പറയാൻ പറ്റുമോ? പേജ് നമ്പർ 6. തുടക്കം വൈദ് ഖാല മൂസ. യെസ്, വൈദ് ഖാല. ഓക്കെ, മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്ക്. 3 പേരും മൂന്നാമത്തെ റൗണ്ട് വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവസാനത്തെ റൗണ്ടിലേക്ക് കൂടി പ്രവേശിക്കാം. റൂൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതുപോലെ തന്നെ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തോതാ, സൂറത്തുൽ ബക്കറ തന്നെ എടുക്കാം. ഏതെങ്കിലും ഒരു പേജിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യും, ഒരു ആയത്തോതും. ആ പേജിലെ അവസാനത്തെ ആയത്ത് നിങ്ങൾ ഓതണം. മനസ്സിലായോ? ഞാൻ ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയാൽ അത് ഏത് പേജിലാണെന്ന് മനസ്സിൽ കണ്ട് ആ പേജിലെ അവസാനത്തെ ആയത്ത് നിങ്ങൾ ഓതണം. ഓക്കെ, അപ്പോൾ ഈ സെഷനിലെ അവസാനത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കണം. ഹംദാനിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. ഇതൊരു പേജിലെ ആയത്താണ്. ഈ പേജിലെ അവസാനത്തെ ആയത്താണ് ഹംദാൻ ഓതേണ്ടത്. أعوذ بالله من الشيطان الرجيم. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്ക്. ഓക്കെ, ഫൗസാനിലേക്ക് വരാം. ഞാൻ ഓതുന്ന ആയത്തിൻ്റെ അവസാനത്തെ പേജിലെ അവസാനത്തെ ആയത്ത്. ഓക്കെ. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. أعوذ بالله من الشيطان الرجيم. تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. മാഷാ അല്ലാ. ഓക്കെ, അവസാനമായി സ്വാലിയിലേക്ക് പ്രവേശിക്കാം. സ്വാലി ശ്രദ്ധിച്ച് കേൾക്കാം. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ഈ പേജിലെ അവസാനത്തെ ആയത്താണ് സ്വാലിഹ ഓതേണ്ടത്. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. മാഷാ അല്ലാ. മനസ്സിന് വളരെ കൺകുളിർമ നൽകുന്ന ഒരു സെഷനാണ് ഇവിടെ സമാപിക്കാൻ പോകുന്നത്. നമ്മോടൊപ്പം ചേർന്ന സ്വാലിഹ്, അതുപോലെ തന്നെ ഹംദാൻ, ഫൗസാൻ, ഇവർ 3 പേരും നമ്മൾ ചോദിച്ച ഖുർആനിൽ ഓരോന്ന് ചോദിച്ചപ്പോൾ ആയത്തുകൾ ചോദിക്കുമ്പോഴും
ഒരായത്ത് ഓതി ആ പേജിൽ അവസാനത്തെ ആയത്ത് ചൊല്ലാൻ പറയുമ്പോഴും വളരെ മനോഹരമായി അതിനെ അവർ എന്ത് ചെയ്തു, പാരായണം ചെയ്തു. നമുക്കറിയാം നമ്മുടെ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സ്കൂൾ ഓഫ് ഖുറാനിലെ വിദ്യാർത്ഥികളാണ് ഇവർ. 1500-ൽ പരം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ 20-അധികം സെൻറ്ററുകളുള്ള സ്കൂൾ ഓഫ് ഖുറാനിലെ ഏക റെസിഡൻഷ്യൽ ക്യാമ്പസായ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് 3 പേരും. മാഷാ അല്ലാഹ്, അള്ളാഹു ഇവർക്ക് ജീവിതത്തിൽ നല്ല ബർക്കത്ത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സെഷന് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ സെഷനിൽ നമ്മോടൊപ്പം പങ്കെടുത്ത ഗ്രീൻ വാലി സ്കൂളിലെ സ്കൂൾ ഓഫ് ഖുർആൻ വിദ്യാർത്ഥികളായ സ്വാലിഹിനും ഫൗസാനും ഹംദാനും നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ലോഞ്ചിങ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള 2 മത്സരങ്ങൾ, ഹിഫ്ള് മത്സരമാവട്ടെ അക്ഷരശ്ലോക മത്സരമാവട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾ അത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇത് കണ്ടപ്പോഴൊക്കെ നമുക്കും നമ്മുടെ അവസരങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സർഗ്ഗവസന്തത്തിലൂടെ നമുക്കൊക്കെയുള്ള അവസരം തുറന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് അത് പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈദ് ക്വസ്റ്റിൻ്റെ രണ്ടാമത്തെ സൂചനയിലേക്ക് കിടക്കണം. അതിനുമുമ്പ് നേരത്തെ സൂചന നിങ്ങൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. വായിക്കുക നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ എന്ന ഒരു സൂചന നമ്മൾ നൽകിയിരുന്നു. രണ്ടാമത്തെ സൂചന 168 മണിക്കൂർ അഥവാ 168 മണിക്കൂർ ഡ്യൂറേഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ സൂചന. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി 2 സൂചനകൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു സൂചന കൂടി മാത്രമാണുള്ളത്. വൈകാതെ നിങ്ങളിലേക്കെത്തും. ഉത്തരത്തിലേക്ക് നിങ്ങൾ അടുക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മോടൊപ്പം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന അധ്യക്ഷൻ PN അബ്ദുൽ ലത്തീഫ് മദനി നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ബലിപെരുന്നാൾ സുദിനമാണ്. ഈ സുദിനത്തിൽ വിസ്ഡം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന സർഗ വസന്തത്തിൻ്റെ തുടക്കം ഇന്ന് നടക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അതിനെ വളർത്തിക്കൊണ്ടും അവരിൽ ഒളിഞ്ഞുകിടക്കുന്ന പ്രതിഭകളെ വേണ്ടത്ര പരിപാലിച്ച് വളർത്തി കഴിവുറ്റ പൊതുസമൂഹത്തിൽ ഇടപെടാൻ പ്രാപ്തരാക്കി തീർക്കുന്ന ഒരു വലിയ സംരംഭമാണ് സർഗവസന്തം കൊണ്ട് വിസ്ഡം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ദഅ്വാ രംഗത്ത് നമ്മുടെ ഫീൽഡിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, യുവാക്കൾ വളരെ കർമ്മോത്സുകതയോടുകൂടി അവർ ദഅ്വാധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രബോധനധർമ്മം നിർവഹിക്കുന്ന ആ പ്രബോധകന്മാരും പണ്ഡിതന്മാരും യുവാക്കളും ആ കഴിവ് നേടിയെടുത്തത് അവരുടെ ഗുരുനാഥന്മാരുടെയും മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ പ്രോത്സാഹനത്തോടുകൂടി അവർ നേടിയെടുത്ത കഴിവുകൾ കാരണമാണ്. ഒരുപാട് ആളുകൾ അറിവുണ്ട്, പക്ഷേ അവർക്കത് പ്രകടിപ്പിക്കുവാനും സമൂഹത്തെ അത് ധരിപ്പിക്കുവാനുമുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ നമ്മുടെ മദ്രസകളിലും സ്കൂളുകളിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തി അത് വളർത്തി അത് സമൂഹത്തിന് ഉപകാരപ്രദമായ നിർമ്മാണാത്മക ദിശയിലേക്ക് തിരിച്ചുവിടുക എന്ന ഒരു മഹനീയമായ സാമൂഹ്യ ലക്ഷ്യമാണ് വിസ്ഡം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സർഗ വസന്തം എന്ന പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ മഹത്തായ ലക്ഷ്യം മുൻനിർത്തി ഇനി തുടർ പരിപാടികളിലുമെല്ലാം വളരെ താല്പര്യപൂർവ്വം നിങ്ങളുടെ കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിസ്ഡം സ്റ്റുഡൻസിൻ്റെ വ്യത്യസ്തങ്ങളായ
മേഖലകളിലൂടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യൂണിറ്റുകളും മണ്ഡലവും ജില്ലാ സമിതികളും എല്ലാം മുൻകൈയെടുത്തുകൊണ്ട് വളരെ വ്യാപകമായ നിലക്ക് ഈ സർഗവസന്തം വിജയിപ്പിക്കുവാനുള്ള മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ പരിപാടിയുടെ വിജയത്തിനായി അഭ്യർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ഈ പരിപാടിക്ക് ആശംസ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്. ജസാക്കുമുല്ലാഹ് ഖൈറ. ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യ പണ്ഡിതൻ PN അബ്ദുൽ ലത്തീഫ് മദനിക്ക് ഹൃദയം നിറഞ്ഞ കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതെ, നമുക്കറിയാം നിറങ്ങൾ നമ്മൾ പലപ്പോഴും പാട്ടും കവിതകളും കഥകളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. എന്നാൽ നിറങ്ങൾ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമാണ്. ഇതൊരു വ്യത്യസ്തമായ തരത്തിലുള്ള ആസ്വാദനമാണ് നിറങ്ങൾക്കുള്ളത്. നമുക്കറിയാം പ്രകൃതിയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മഴവില്ലിന് 7 നിറങ്ങളാണ് പറയാറുണ്ട്. വിബ്ജിയോർ എന്ന് പറയപ്പെടുന്ന 7 നിറങ്ങൾ. അതുപോലെ തന്നെ ഒരു മയിൽ പീലി വിടർത്തി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ നിറം നമ്മൾ ആസ്വദിക്കാറുണ്ട്. ഇത്തരത്തിൽ നിറങ്ങൾക്കൊരു പ്രത്യേക തരത്തിലുള്ള ആസ്വാദനം നമുക്കുണ്ട്. ഇവിടെ നമുക്കൊരു നിറക്കൂട്ടിലേക്ക്, ഒരു ഭംഗിയായ ഒരു നിറക്കൂട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടുത്തതായിട്ട് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമായ ഷാഫി അൽ പോകുന്നതിനിടക്ക് ഈദ് ഗസ്റ്റ് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. 3ാമത്തെ സൂചനയ്ക്ക് വേണ്ടി നിങ്ങൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാമെന്ന് എനിക്കറിയാം. 1ാമത്തെ സൂചന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വായിക്കുക. 2ാമത്തെ സൂചന 168 മണിക്കൂർ ദൈർഘ്യം. 3ാമത്തെ സൂചന ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 3ാമത്തെ സൂചന വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യപ്പെട്ട ഗൂഗിൾ ഫോം ലിങ്കിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ ഏറ്റവും ആദ്യം അയക്കുന്ന ആളുകൾക്കായിരിക്കും നമ്മൾ വിജയം പ്രഖ്യാപിക്കുക. അഥവാ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യപ്പെട്ട ഗൂഗിൾ ഫോം ലിങ്കിലേക്കാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ആദ്യം അയക്കുന്ന ആളുകളെയായിരിക്കും നമ്മൾ വിജയികളായിട്ട് പ്രഖ്യാപിക്കുക. 3ാമത്തെ സൂചന ഇതാ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ഉത്തരങ്ങൾ ഉടൻ തന്നെ ഗൂഗിൾ ഫോം ലിങ്കിലേക്ക് നിങ്ങൾ അയക്കുക. നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ ഞങ്ങൾ ഏറ്റവും ആദ്യം അയക്കുന്ന ആളുകൾ ഞങ്ങൾ വിജയികളായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പരിപാടിയുടെ അടുത്തൊരു ടേണിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ട്രഷറർ നാസർ ബാലുശ്ശേരി അവറുകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ
വഅലാ മൻ ഇത്തബഅൽ ഹുദ ഇലാ യൗമിദ്ദീൻ. വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് വിദ്യാർത്ഥികൾ. അവരുടെ ചിന്താശേഷിയെയും കർമ്മശേഷിയെയും സർഗസിദ്ധിയെയും തെറ്റായ ദിശയിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന ദുശക്തികൾ ഇന്നുണ്ട്. അവ ശരിയാം വിധം മനസ്സിലാക്കി കാലത്തിൻ്റെ തുടിപ്പുകൾ ഉൾക്കൊണ്ടുകൊണ്ട് സമുന്നതമായ സമൂഹത്തിൻ്റെ സൃഷ്ടി സ്വപ്നം കണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധന സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ, അതിൻ്റെ കർമ്മ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വളർന്നു വരുന്ന തലമുറയുടെ സർഗസിദ്ധി ശരിയാം വിധം വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സർഗവസന്തത്തിന് ഈ സുദിനത്തിൽ തന്നെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ അനൽപമായ ചാരിതാർത്ഥ്യമുണ്ട്. വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും ഉപകരിക്കും വിധം വളർന്നു വരുന്ന തലമുറയുടെ കഴിവുകൾ തിരിച്ചുവിടുന്നതിന് വേണ്ടി നടത്തുന്ന ബോധപൂർവമായ ഈ പ്രവർത്തനത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രക്ഷിതാക്കൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അവരെ പ്രേരിപ്പിക്കുകയും ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സർവ്വവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാ ഖൈറ. നമ്മോടൊപ്പം ചേർന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ട്രഷറർ നാസർ ബാലുശ്ശേരി അവറുകളാണ്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഏവരും ആവേശപൂർവ്വം ഏറ്റെടുത്ത ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സർഗവസന്തം എന്ന് പറയുന്ന നമ്മുടെ സാഹിത്യ കലാ മത്സരങ്ങളുടെ ഒരു ഉദ്ഘാടന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ആശങ്കയിലാണ് രക്ഷിതാക്കളെല്ലാം. ഈ ഓൺലൈൻ കാലഘട്ടം, കുട്ടികൾക്ക് ധാരാളമായി ഫോൺ കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ദുരുപയോഗം എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ച് എല്ലാ രക്ഷിതാക്കളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ധാരാളം പരിഹാരങ്ങളുടെ കൂട്ടത്തിൽ ഒരു വലിയ പരിഹാരമാണ് ഈ സന്ദർഭത്തിൽ മത്സരങ്ങൾ എന്നുള്ള കുട്ടികൾക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. മത്സരിക്കുക, അതിൽ അംഗീകരിക്കപ്പെടുക, ആളുകൾക്ക് മുന്നിൽ പരിപാടികളിൽ അവതരിപ്പിക്കുക, അത് കുട്ടികളുടെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ ആ രംഗത്ത് ഇസ്ലാമികമായ കാഴ്ചപ്പാടുകളിലൂടെ ഒരു രംഗം വിസ്ഡം സ്റ്റുഡൻസ് അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ്. തീർച്ചയായും നമ്മളിത് പ്രയോജനപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. നമ്മുടെ കുട്ടികൾ ഫോണിൻ്റെ ദുരുപയോഗങ്ങൾ തടയുവാനും അവർക്ക് ധാരാളം ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കുവാനുമുള്ള നല്ല ഒരു സന്ദർഭമാണിത്. നമ്മളെ കുട്ടികളെ ഇതിൽ പങ്കെടുപ്പിക്കുവാനും ഇത് വിജയകരമാക്കുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഈ മത്സര പരിപാടികൾക്കും ഈ ഉദ്ഘാടന പരിപാടികൾക്കും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ സഹായം കൊണ്ട് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ കീഴിൽ സർഗവസന്തം എന്ന ഒരു പുതിയ പ്രോഗ്രാം നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എഴുതാൻ, വരക്കാൻ, നിങ്ങളുടെ സർഗ കഴിവുകൾ എന്തുമാകട്ടെ, നിങ്ങൾക്ക് സർഗവസന്തം ഒരവസരമാണ്. പ്രിയ രക്ഷിതാക്കളെ, നമ്മുടെ മക്കളുടെ കഴിവുകൾ വളർത്തിയെടുക്കുവാനുള്ള അവസരമാണ് സർഗവസന്തം. ഇസ്ലാമിക ചരിത്രത്തിൽ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കവിത ഇസ്ലാമിന് കരുത്തായി മാറിയിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അറബി ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ദീനിന് കരുത്തായി മാറിയിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശബ്ദം ദീനിന് കരുത്തായി മാറിയിട്ടുണ്ട്. നമ്മുടെ എഴുത്ത്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വര, ഇതെല്ലാം ദീനി രംഗത്ത് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇനിയുള്ള ദിവസങ്ങൾ സർഗവസന്തത്തിന് വേണ്ടി നാം ഒരുങ്ങി നിൽക്കുക. നിറങ്ങളുടെ ഒരു പുതിയ ആകാശം ഇവിടെ തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി സർഗവസന്തത്തിൻ്റെ നാളുകൾ നമുക്ക് അതിനുവേണ്ടി ഒന്നിച്ച് പണിയെടുക്കാം.
നമ്മുടെ കഴിവുകൾ ദീനി രംഗത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പങ്കുവയ്ക്കും വസന്തം സുഗന്ധം മധുമലർചന്തം നന്മയിലായി പങ്കുവയ്ക്കും സർഗവസന്തം നിറഞ്ഞൊരാകാരങ്ങൾ പതിഞ്ഞൊരീണങ്ങൾ കൈപിടിച്ച് കൂടെ വരൂ ഒന്നു ചേർന്നിടാം വസന്തം സുഗന്ധം മധുമലർചന്തം നന്മയിലായി പങ്കുവയ്ക്കും സർഗവസന്തം വസന്തം സുഗന്ധം മധുമലർചന്തം നന്മയിലായി പങ്കുവയ്ക്കും സർഗവസന്തം.